സ്ഥലനാമ കൗതുകത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മുടെ തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരത്തിൻ്റെ അയൽ ജില്ലയായ കൊല്ലത്തിൻ്റെ പേരിൻ്റെ അല്ലെങ്കിൽ കൊല്ലമെന്ന പേരിൻ്റെ നാമോൽപത്തിയെ സംബന്ധിച്ച അന്വേഷണമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കൊല്ലം, ഈ കൊല്ലത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. കൊല്ലം എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം മനസ്സിലേക്ക് ഓടി വരുന്നൊരു പഴയ ചൊല്ലാണ്, കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ട എന്നൊരു ചൊല്ല്. കാര്യം അത്ര കണ്ട് സമ്പൽ സമൃദ്ധമായിരുന്നു, മനോഹരമായിരുന്നു, നിരവധി കാഴ്ചകൾ കാണാനുള്ള സൗകര്യങ്ങളുണ്ടായിരുന്നു എന്നാണ് അത് അർത്ഥമാക്കുന്നത്. ഏകദേശം 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം വരെ ഇതായിരുന്നു കൊല്ലത്തിൻ്റെ സ്ഥിതി. പിന്നീടാണ് കൊല്ലം ഏതാണ്ട് കൊല്ലത്തിനേക്കാൾ വലിയ വളർച്ച നേടിയ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോടൊക്കെ പിൽക്കാലത്ത് രൂപപ്പെട്ടതാണ്. ആദ്യകാലങ്ങളിൽ കൊല്ലം അത്ര ഉച്ചസ്ഥായിയിൽ നിന്നൊരു പട്ടണമായിരുന്നു. അതായത് രണ്ടാം ചോര സാമ്രാജ്യം തകരുമ്പോൾ അതിൻ്റെ അംഗരാജ്യങ്ങളെല്ലാം സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്ന കൂട്ടത്തിൽ വേണാട് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. ആ വേണാടിൻ്റെ ആസ്ഥാനമായിരുന്നു നമ്മുടെ കൊല്ലം. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ തന്നെ തലസ്ഥാനമായിരുന്ന കൊല്ലം അത്ര കണ്ട പ്രാധാന്യത്തോടെയാണ് ആളുകൾ വീക്ഷിച്ചിരുന്നത്. 850 ക്രിസ്തുവർഷം 850 മുതലുള്ള വിവരങ്ങൾ നമുക്ക് കൊല്ലത്തെ സംബന്ധിച്ച് ലഭ്യമാണ്. വിദേശികൾ, നിരവധി ആളുകൾ, നിരവധി വിദേശ കച്ചവടക്കാരും കപ്പലോട്ടക്കാരുമൊക്കെ കൊല്ലത്ത് വന്നു പോയിട്ടുണ്ട്. അതിലാദ്യമായി കൊല്ലത്തെ രേഖപ്പെടുത്തുന്നത് അറബി സഞ്ചാരിയായ സുലൈമാനാണ്. അതിനുശേഷം കൊല്ലത്തെക്കുറിച്ച് നിരവധി ആളുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 14-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ നിന്ന് മാർക്കോ പോളോ, ചൈനീസ് സഞ്ചാരി, കൊല്ലത്തെക്കുറിച്ച്, അതിൻ്റെ സമ്പൽ സമൃദ്ധിയെക്കുറിച്ച്, അവിടെ കിട്ടുന്ന വിഭവങ്ങളെക്കുറിച്ചൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈവൻ നമ്മുടെ കൊല്ലത്ത് നിന്ന് ഒരു ജനപ്രതിനിധി, ഒരു രാജപ്രതിനിധി ചൈനയിലേക്ക് പോയിരുന്നു എന്നും ചൈനയിലെ ഒരു പ്രതിനിധി കൊല്ലത്തുണ്ടായിരുന്നു എന്നും വ്യാഖ്യാനങ്ങളുണ്ട്. അതുപോലെ തന്നെ തങ്കശ്ശേരി എന്ന് പറയുന്ന സ്ഥലനാമം, ചാമ്പ്രാണിക്കോടി എന്ന് പറയുന്ന സ്ഥലനാമങ്ങളൊക്കെ ചൈനീസ് ഭാഷയിൽ നിന്ന് രൂപപ്പെട്ടതാണ് എന്ന അഭിപ്രായം ചിലർ ഉന്നയിച്ചിട്ടുണ്ട്. അതെന്തായാലും കൊല്ലത്തിന് വളരെയധികം പ്രാധാന്യം ഉണ്ടായിരുന്നു എന്നാണ് ഇതൊക്കെ തെളിയിക്കുന്നത്. അതായത് അതുപോലെയാണ് കൊല്ലത്തിൻ്റെ മറ്റൊരു പ്രാധാന്യമാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മലയാള വർഷം, കേരള വർഷം ആരംഭിക്കുന്നത് കൊല്ലവുമായി, കൊല്ലവർഷം എന്നാണ് അതിന് പറയുക. കൊല്ലത്ത് രൂപപ്പെട്ടൊരു, അല്ലെങ്കിൽ കൊല്ലം കേന്ദ്രീകരിച്ച് രൂപപ്പെട്ടൊരു വർഷമായതുകൊണ്ടാവാം അതിന് കൊല്ലവർഷം എന്ന് പറയും. ആ കൊല്ലവർഷത്തിന് യഥാർത്ഥ പേര് കൊല്ലവർഷം എന്നല്ല, അതിൻ്റെ പഴയ പേര് കൊല്ലം തോന്റി എന്നാണ്. എന്ന് പറഞ്ഞാൽ കൊല്ലം രൂപപ്പെട്ടതിൻ്റെ സ്മാരകമായി ആരംഭിച്ചത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കൊല്ലം തോന്റി എന്നാണ് പഴയ രേഖകളിലൊക്കെ കൊല്ലവർഷത്തിനെ കുറിച്ച് രേഖപ്പെടുത്തി കാണുന്നത്. അതുപോലെ തന്നെയാണ് കൊല്ലത്തിനെക്കുറിച്ച് വേറൊരു വർഷം കൂടിയുണ്ട്, കൊല്ലം അഴിന്തയാണ്ട് എന്ന് പറഞ്ഞ് പിന്നെ ഒരു വർഷം ചോളന്മാർ തുടങ്ങി വെച്ചിട്ടുണ്ട്. കൊല്ലം അഴിന്തയാണ്ട് എന്ന് പറഞ്ഞിട്ട് അത് 1027-ലൊക്കെയാണിത്, 11-ാം നൂറ്റാണ്ടിലാണ് ആ വർഷത്തിൻ്റെ ആരംഭം. അപ്പം എങ്ങനെയാണ്? അതുപോലെ തന്നെയാണ് തിരുവിതാംകൂറിൽ ആദ്യം ട്രെയിൻ ഓടിയത് കൊല്ലം വഴിയാണ്, കൊല്ലത്തുനിന്നാണ്. കൊല്ലത്ത് നിന്ന് നേരെ ചെങ്കോട്ടയിലേക്കാണ്. 1902-ലാണ് ആദ്യത്തെ പരീക്ഷണ ഓട്ടം നടന്നത്. 1904 മുതൽ അത് പാസഞ്ചർ വഴി തുടങ്ങി. തിരുവനന്തപുരം, പൊല്ലൂർ, ചെങ്കോട്ട വഴി ഉള്ള റെയിൽവേ ലൈൻ അന്ന് അത്ര പഴക്കമുള്ളതാണ്, മീറ്റർ ഗേജിൽ ആരംഭിച്ചത്. അത് കഴിഞ്ഞ് പിന്നെയും 3 പതിറ്റാണ്ട് കഴിഞ്ഞാണ് കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് റെയിൽവേ ലൈൻ നീട്ടുന്നത്. അപ്പോൾ അന്ന് കൊല്ലം കാണാൻ പോവുക എന്ന് പറയുന്നത് ടൂറിസ്റ്റ് ബസ്സിൽ കയറി നേരെ 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലൊക്കെ കൊല്ലം കാണാൻ പോവുക എന്ന് പറയുന്ന സ്കൂളുകളിൽ നിന്ന് സ്കൂളൊക്കെ പോകുന്ന ഒരു സമ്പ്രദായം ഒന്നുണ്ടായിരുന്നു. ഏതാണ്ട് 1930, 32, 33 കാലഘട്ടങ്ങളിലൊക്കെ അങ്ങനെ പോയിരുന്നതായി പഴയ ആളുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അവരുടെ അഭിമുഖത്തിൽ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതുപോലെ കൊല്ലത്തിന് വേറെ ചില പ്രാധാന്യമുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല കായൽ കൊല്ലം ജില്ലയിലാണ്, ശാസ്താംകോട്ട കായൽ. കൊല്ലം പട്ടണത്തിൻ്റെ ദാഹം തീർക്കുന്നത് ശാസ്താംകോട്ട കായലിലെ ശുദ്ധജലം കൊണ്ടാണ്. അതുപോലെയാണ് പഴയ ഒരു തുറമുഖത്തിൻ്റെ സ്വഭാവം എല്ലാം കാണിക്കുന്ന അഷ്ടമുടി കായൽ, വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ കാണേണ്ടുന്ന സ്ഥലങ്ങളാണ്. പക്ഷേ ഇവിടെ നമ്മൾ ആ സ്ഥലനാമ നിരുക്തിയാണ് പ്രധാനം. അവിടെ നമ്മൾ വരുമ്പോൾ കൊല്ലത്തെക്കുറിച്ച് ആദ്യം രേഖപ്പെടുത്തി കാണുന്നത് 850-നോടടുപ്പിച്ച്, ക്രിസ്തുവർഷം 850-നോടടുപ്പിച്ച് കേരളം സന്ദർശിച്ച സുലൈമാൻ എന്ന അറബി സഞ്ചാരി. അതിനു മുമ്പ് ആരും തന്നെ കൊല്ലത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടില്ല.
അതൊന്ന്. ഏതാണ്ട് ക്രിസ്തുവർഷം 825 കൊല്ലവർഷം ആരംഭിക്കുന്നത്. കൊല്ലവർഷം 825 ഓഗസ്റ്റിലാണെന്നും ജൂലൈയിലാണെന്നും ഒരു മാസത്തെ വ്യത്യാസം മാത്രമേ അതിനകത്ത് കാണുന്നുള്ളൂ. പക്ഷേ 825 കൊല്ലവർഷം ആരംഭിച്ചെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അപ്പോൾ ഈ 825-നും 850-നും ഇടയ്ക്കാണ് ഇത് ആരംഭിക്കുന്നത്, കൊല്ലം രൂപപ്പെടുന്നത് എന്ന് നമുക്ക് പറയാം. കാര്യം കൊല്ലവർഷം എന്ന് പറയുന്നത് കൊല്ലം തോന്റി എന്നാണ് ആദ്യകാലങ്ങളിൽ രൂപപ്പെട്ടത്. അപ്പോൾ എങ്ങനെയാണ് കൊല്ലത്തെ തോന്റിയത്, ആരാണ് രൂപപ്പെടുത്തിയത് എന്നാണ് ഇനി നമ്മൾ അന്വേഷിക്കേണ്ടത്. കേരളം എന്നത് ശരിക്കും പറഞ്ഞാൽ കേരളത്തെക്കുറിച്ച് തന്നെ പറയുന്നത് ഭൗമശാസ്ത്രജ്ഞന്മാരും ഗവേഷകരും എല്ലാം പറയുന്നത് കടലിൽ നിന്ന് കയറി വന്ന മണ്ണും മലയിൽ നിന്ന് ഇറങ്ങി വന്ന മണ്ണും, നമ്മുടെ പശ്ചിമഘട്ടത്തിൽ നിന്ന് ഇറങ്ങി വന്ന മണ്ണും അറബിക്കടലിൽ നിന്ന് കയറി വന്ന മണ്ണും ചേർന്നാണ് കേരളത്തിൻ്റെ ഇടനാട് സൃഷ്ടിച്ചത് എന്നാണ്. ഇതിൻ്റെ ചില സൂചനകൾ നമുക്ക് അവിടെ എവിടെയായി കാണാൻ പറ്റും. ചെങ്ങന്നൂർ ചങ്ങനാശ്ശേരി ഭാഗങ്ങളിലൊക്കെ ഇന്നും വീടിന് ഫൗണ്ടേഷൻ വെട്ടുമ്പോൾ കടൽക്കൊക്കകൾ കണ്ടുവരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കടലടിഞ്ഞുണ്ടായ സ്ഥലം ആണെന്നാണ് നമുക്ക് മനസ്സിലായത്. അതുപോലെ കുഴിത്തുറ ചേർന്ന് വരുന്ന സ്ഥലം, കുഴിത്തുറ, കാട്ടാത്തുറ തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ ഉൾപ്രദേശങ്ങളിലാണ്. സാധാരണത്തിൽ ഈ തുറയെല്ലാം വരേണ്ടത് നമ്മുടെ കടലിലേക്കാണ്. തുറക്കുക എന്നുള്ളതിൻ്റെ ഒരു നാമരൂപമാണ് തുറ. അപ്പോൾ ഈ കുഴിത്തുറയും കാട്ടാത്തുറയും കടപ്പുറയും എല്ലാം വരുന്നത്, അതുപോലെ കടുത്തുരുത്തി എന്ന് പറയുന്ന സ്ഥലം ഉൾനാടൻ പ്രദേശമാണ്. അത് കടൽ തുരുത്തിയാണെങ്കിൽ അതുവരെ കടൽ കയറി കിടന്നിരിക്കണം. ദാറ്റ് മീൻസ് പിന്നീട് രൂപപ്പെട്ടതാണ്. ഭൂകമ്പത്തിൻ്റെ പേരിലോ സുനാമികളുടെ പേരിലോ അല്ലെങ്കിൽ നീണ്ടുനിന്ന മഴക്കാലത്തിൻ്റെ ഫലമായിട്ടോ രൂപപ്പെട്ടതാവണം കൊല്ലം എന്നാണ് നമുക്ക് ബോധ്യമാകുന്നത്. പക്ഷേ ഇതിനെക്കുറിച്ച് വേറെ ചിലർ പറയുന്നത് അവിടെ രാജസ്ഥാനം ഉണ്ടായിരുന്നത് കൊണ്ട്, വേണാട് രാജാക്കന്മാരുടെ ആസ്ഥാനമായിരുന്നത് കൊണ്ട് ഇല്ലം, എന്ന് പറഞ്ഞ രാജാവ് അദ്ദേഹത്തിൻ്റെ ഇല്ലമായിരുന്നു കൊല്ലമായി മാറിയത്. അങ്ങനെയെങ്കിൽ കേരളത്തിൽ നമുക്ക് കൊല്ലം ചേർന്ന് വരുന്ന സ്ഥലനാമങ്ങളില്ലാത്ത ഒരൊറ്റ പഞ്ചായത്ത് പോലും ഇല്ല. ഇപ്പോൾ കൊല്ലം തന്നെ രണ്ടുണ്ട്. പന്തലായനി, കോഴിക്കോട്ടെ കൊല്ലം. ആ കൊല്ലത്തിനെ നമ്മൾ തിരിച്ചറിയാൻ വേണ്ടി പന്തലായനി കൊല്ലം എന്ന് പറയും. കൊല്ലം കോണം, കൊല്ലം അലയം, കൊല്ലം കാവ്, മേൽക്കൊല്ല, കീഴ്ക്കൊല്ല, കൊല്ല തുടങ്ങി ഏകദേശം നമുക്ക് ഈ സ്ഥലനാമം നിൽക്കൊണ്ട് ഡോക്ടർ വിളക്കുടി രാജേന്ദ്രൻ്റെ സ്ഥലനാമം കൊണ്ട് തന്നെ 30-32 കൊല്ലങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ വട്ടേ കൊല്ലം എന്ന് പറയുന്നൊരു കൊല്ലം കർണാടക ബോർഡറിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ നിരവധി കൊല്ലങ്ങൾ അവിടെ, അതെല്ലാം ഇല്ലം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ കൊല്ലം രൂപപ്പെട്ടത് ചിലതിനെ കൊന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ കൊലയിൽ നിന്നാണ് കൊല്ലം രൂപപ്പെട്ടത് എന്നാണ് ഭാഷാശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നത്. അതെന്താണ്? നമ്മൾ ഈ കൊല്ലവുമായി ബന്ധപ്പെട്ട സ്ഥലനാമങ്ങൾ നമ്മൾ മുഴുവൻ പരിശോധിച്ചാൽ മുഴുവൻ വയൽ തീരങ്ങളാണ്, വയലരികുകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ വയലരികുകൾ മഴക്കാലത്തും പെരുവെള്ളക്കാലത്തും കൊല്ല വീഴുക എന്ന് പറയുന്നൊരു സമ്പ്രദായം. വരമ്പുകളൊക്കെ മുറിച്ചുകൊണ്ട് കടൽ മണ്ണും കായൽ മണ്ണും കരമണ്ണുമെല്ലാം ഇടിച്ചിറക്കി വയലിനകത്തടിയുകയും വയൽ കൊല്ല വീഴുകയും ചെയ്യുക. ഇന്നും ആ അവസ്ഥ നമ്മുടെ തെക്കൻ കേരളത്തിൽ, മധ്യ കേരളത്തിൽ സുലഭമായി ഇന്ന്. പിന്നെ വയലുകളൊക്കെ നികന്നുപോയി, അതുകൊണ്ട് ഇപ്പോൾ സംഭവിക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഈ കൊല്ല വീഴുക എന്ന് പറഞ്ഞാൽ വയൽ പ്രദേശം മണ്ണടിഞ്ഞ് തീരുക എന്നാണ്. അപ്പോൾ വയലിനെ കൊല്ലുകയാണ് കൊല്ല കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇതിന് കൊല്ല പൂട്ടുക എന്ന് പറയുന്ന ഒരു പ്രയോഗമാണ് പിന്നെ ചെയ്യുന്നത്. ഈ വയലിനെ തിരിച്ച് വയലാക്കി എടുക്കണമെങ്കിൽ ഈ മണ്ണിനെ മുഴുവൻ മാറ്റണം. അതിന് കൊല്ല പൂട്ടുക എന്നാണ് പറയുക. അതൊന്ന്. രണ്ടാമത്, നമ്മുടെ ഭൂപ്രദേശങ്ങളിൽ എന്ത് കൃഷിയും ചെയ്യുന്നതിന് ഭൂമിയെ മണ്ണിളക്കിയാൽ മാത്രം മതി. പക്ഷേ വയലുകൾ അത് പോരാ. വയലുകളെന്ന് പറയുന്നത് പ്രകൃതി സൃഷ്ടമല്ല, നീർവാർച്ച പ്രദേശമാണ്, അത് ശരിയാണ്. പക്ഷേ അത് വയലാക്കി മാറ്റണമെങ്കിൽ, കണ്ടങ്ങളാക്കി മാറ്റണമെങ്കിൽ, അറകളാക്കി മാറ്റണമെങ്കിൽ മനുഷ്യാധ്വാനം കൂടിയേ തീരൂ. അങ്ങനെ മനുഷ്യാധ്വാനം കൊണ്ട് മണ്ണിളക്കി ചെളിപ്പായത്തിലാക്കി വെള്ളം തിരിച്ചുവിട്ട് അതിനെ ചതുരത്തിൽ കണ്ടങ്ങളാക്കി മാറ്റിയാണ് കൃഷി ഇറക്കുന്നത്.
അപ്പോൾ അതുകൊണ്ട് വയൽ പ്രദേശങ്ങളെല്ലാം മനുഷ്യസൃഷ്ടമാണ്. ഈ മനുഷ്യസൃഷ്ടമായിടത്തേക്കാണ് ഈ അതിവൃഷ്ടിയിലൊക്കെ ഈ നീർച്ചാലുകളെ മുഴുവൻ മുറിച്ചുകൊണ്ട് പെരുവെള്ളം ഇറങ്ങുകയും വയലുകൾ നികന്നു പോവുകയും ചെയ്യുക. ഇതിന് കൊല്ലാ വീഴുക എന്ന് പറയും. ഈ കൊല്ലാ വീണ സ്ഥലങ്ങളാണ് പിന്നീടെല്ലാം കൊല്ലയെന്നും കൊല്ലമെന്നും കൊല്ലമലയുമെന്നും കൊല്ലങ്കാവെന്നും മായി ചേർന്ന് വരുന്ന സ്ഥലനാമങ്ങളെല്ലാം രൂപപ്പെട്ടത് ഈ കൊല്ലയിൽ നിന്ന്. അതുകൊണ്ടാണ് ഏതോ ഒരു കാലത്ത്, അത് അല്ലെങ്കിൽ 825 കാലഘട്ടത്തിലാവണം, അല്ലെങ്കിൽ 9-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാവണം, 800-ന് ശേഷമാവണം, ഏതോ ഒരു പെരുവെള്ളക്കാലത്ത്, പെരുമഴക്കാലത്ത്, അല്ലെങ്കിൽ ഒരു സുനാമി കാലത്ത്, അല്ലെങ്കിൽ ഒരു ഭൂകമ്പം ഉണ്ടായ ഏതോ ഒരു കാലത്ത് മണ്ണടിഞ്ഞുണ്ടാക്കിയെടുത്ത ഉണ്ടായി വന്ന ഒരു സ്ഥലമാണ് കൊല്ലം. അത് ഈ കൊല്ലമല്ല, എല്ലാ കൊല്ലങ്ങളും. വട്ടേക്കൊല്ലമായാലും പിന്നെ മറ്റു കൊല്ലങ്ങളായാലും ഇതെല്ലാം രൂപപ്പെട്ടു വന്നത് പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നോ പ്രകൃതി പ്രതിഭാസങ്ങളിൽ നിന്നോ രൂപപ്പെട്ടു വന്നതാണ് കൊല്ലം. അല്ലാതെ കൊല്ലം എന്ന് പറയുന്നത് ഇല്ലം എന്ന് പറയുന്നതിനോടും അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലൊരു നിരുക്തിയും കണ്ടെത്തുക എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ കിടപ്പനുസരിച്ച് കേരളത്തിൽ അടിക്കടി ഉണ്ടാകുന്ന മൺസൂൺ പ്രളയവുമായി ബന്ധപ്പെട്ടതനുസരിച്ചൊക്കെ നമ്മൾ നോക്കുമ്പോൾ അതിനോട് യുക്തിസഹമായി നമുക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ യുക്തിസഹമായി നമുക്ക് ബോധ്യം വരുന്നത്, ഏതോ ഒരു പ്രളയകാലത്ത് കൊല്ലം മണ്ണടിഞ്ഞുണ്ടായ, ഒരുപക്ഷെ ഒരു ചതുപ്പായിരുന്നിരിക്കാം, മണ്ണടിഞ്ഞുണ്ടായ ഒരു പ്രദേശം മാത്രമാണ്. അത് ഏതാണ്ട് നമ്മുടെ 8-9 നൂറ്റാണ്ടുകളിൽ തെക്കൻ കേരളത്തിലെ അറിയപ്പെടുന്ന തുറമുഖങ്ങളിൽ ഒന്നായിരുന്നു. നന്ദി, നമസ്കാരം.